ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ഡ്രീം ലവർ ഓൺലി മൈ ഡ്രീംസ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം ഒരിക്കൽ പറഞ്ഞു. അത് ബൈക്കിൻ്റെ ഇൻഡിക്കേറ്റർ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓട്ടോയും അതേപോലെ കാറും ബസ്സും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ദിവസേന നമ്മൾ എല്ലാവരും തന്നെ വണ്ടികൾ ഉപയോഗിക്കുന്നവരാണ്. ബൈക്കാകട്ടെ, ഓട്ടോയാകട്ടെ, ബസ്സാകട്ടെ, എന്തെങ്കിലും വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും അറിയിച്ചു കൊടുക്കാനും പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഇൻഡിക്കേറ്റർ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഓട്ടോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓട്ടോയിലും ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ബൈക്കുകളിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇൻഡിക്കേറ്റർ സിസ്റ്റം വരുന്നത്. ഓട്ടോമാറ്റിക് സിസ്റ്റം ഇല്ല ഓഫാകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓണാക്കുന്നു, ഓഫാക്കുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഓട്ടോ ഓടിക്കുന്നവരും ഇൻഡിക്കേറ്റർ വളരെയധികം ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. കാരണം നേരത്തെ ബൈക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇൻഡിക്കേറ്റർ നമ്മൾ ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് പല സാഹചര്യങ്ങളിലും മറന്നു പോകാറുണ്ട്. ഒരുപാട് വണ്ടികൾ റോഡിൽ കൂടെ വരുമ്പോൾ ഓഫ് ചെയ്യാതെ വരുന്ന വണ്ടികൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്, ലൈറ്റ് അടിച്ച് കാണിക്കാറുണ്ട്. ചിലപ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കും, അവർ ഓഫ് ചെയ്യും. കൈകൊണ്ട് കാണിച്ചിട്ടാണെങ്കിലും ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ നിസ്സാര വിലയുള്ളൂ നമ്മുടെ ബസർ സൗണ്ടിന്. അതൊരെണ്ണം വാങ്ങി ഫിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് അത് വളരെയധികം ഗുണം ചെയ്ത് ഇൻഡിക്കേറ്റർ ഓൺ ആക്കുന്ന പോലെ തന്നെ ഓഫ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ കാറുകാരോടും പറയുന്നത്. നമ്മൾ എല്ലാവരും തന്നെ 4 വീലർ യൂസ് ചെയ്യുന്നവരാണ്, ബസ്സിൽ പോകുന്നവരാണ്. അപ്പോൾ കാറിനകത്ത് വരുന്ന സിസ്റ്റം നമുക്ക് ഇത്ര ഡിഗ്രി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓടിക്കുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. ഇത്ര ഡിഗ്രി അത് തിരിഞ്ഞതിന് ശേഷം, ഇപ്പോൾ ലെഫ്റ്റാണ് ഞാൻ തിരിക്കുന്നതെങ്കിൽ ആ തിരിവ് തിരിച്ച് റൈറ്റിലോട്ട് വന്നതിന് ശേഷമേ ഇൻഡിക്കേറ്റർ ഓഫ് ആകുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഇത് പറയുന്നേ ഉള്ളൂ. അറിയാത്തവർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ ആ ഡിഗ്രി നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ ഡിസ്പ്ലേയിലോട്ട് ചിലരൊക്കെ നോക്കാറുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നോക്കാറുണ്ട്. ചിലപ്പോൾ സ്പീഡ് എത്രയാണെന്ന് നോക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈറ്റ് കിടപ്പുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ഡിസ്പ്ലേയിൽ ആ ഒരു ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. ഗ്രീൻ ലൈറ്റ് തെളിയുന്നതാണ്. എല്ലാ വണ്ടിയിലും ഗ്രീൻ ലൈറ്റാണ് ഇൻഡിക്കേറ്ററിന് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓഫ് ചെയ്യാനായിട്ട് ചെറിയ ചരിവിലൂടെയാണ് വണ്ടി പോകുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഇൻഡിക്കേറ്റർ ഓഫ് ആകണമെന്നില്ല. തിരിച്ചും അതൊരു ടേൺ വന്നാലും മാത്രമേ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ആവുള്ളൂ. അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം. അത് തിരിച്ച് ഓഫാക്കാൻ മറന്നു പോയാൽ അതവിടെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. പുറകിൽ വരുന്നവരുടെ ചിലപ്പോൾ അവർക്ക് കയറി പോകാനോ അല്ലെങ്കിൽ ചിലപ്പോൾ അപകടം ഉണ്ടാക്കാനോ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഹസാർഡ് ലൈറ്റിനെ കുറിച്ചാണ്. ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ MVD പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ പെറ്റി വരെ അടിക്കുന്ന കാര്യം ഉള്ളതാണ് അതിനകത്ത്. അത് അപകടം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവരും അതിനെക്കുറിച്ച് പറയുന്നത്. ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കേണ്ടത് കുറച്ച് പ്രത്യേക സാഹചര്യങ്ങളിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയില്ല, കുറച്ചെങ്കിലും പേർക്ക് അറിയാൻ പറ്റും. ഹസാർഡ് ലൈറ്റ് നമുക്ക് മഞ്ഞോ മഴയോ അങ്ങനെയുള്ള സമയങ്ങളൊന്നും ഉപയോഗിക്കുന്ന ലൈറ്റ് അല്ല. അത് നമുക്ക് ബ്രേക്ക് ഡൗൺ വരുന്ന സമയത്തോ അല്ലെങ്കിൽ വണ്ടി കെട്ടിവലിക്കപ്പെടുന്ന സമയത്ത് 2 വണ്ടികളും ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. കെട്ടിവലിക്കപ്പെടുന്ന വണ്ടിയും കെട്ടിവലിക്കുന്ന വണ്ടി ഹസാർഡ് ലൈറ്റ് ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുള്ള കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. വേറെ സിഗ്നലുകളൊന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ചിലപ്പോൾ കൈകൊണ്ട് പോലും ഒരു സിഗ്നൽ നിങ്ങൾക്ക് തരാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ആ ലൈറ്റ് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. പിന്നെ കുറെ അധികം സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്, വളവുള്ള സ്ഥലങ്ങളിലും മഞ്ഞും മഴയോ ഉള്ള സമയങ്ങളിലൊക്കെ കൂടുതലായിട്ടും ആൾക്കാർ ഒരാൾ ഇടുന്നത് കണ്ടാലും മറ്റുള്ളവർ അനുകരിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അത് ഒഴിവാക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെഡ്ലൈറ്റ് ഇട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആംബുലൻസുകൾ പോകുമ്പോഴും ഒരുപാട് പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹസാർഡ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത്. അത് എമർജൻസി വാഹനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലേ? നമ്മളെല്ലാവരും തന്നെ എല്ലാ ദിവസവും ചിലപ്പോൾ ആ ശബ്ദം ശ്രദ്ധിക്കുന്ന ആംബുലൻസിന്റെ കാര്യവും ഞാൻ പറഞ്ഞു വരുന്നത് അത് ഉപയോഗിക്കാനായിട്ടുള്ള ലൈറ്റ് അല്ല, എമർജൻസി ലൈറ്റ് ഒന്നും അല്ല. നമ്മൾക്ക് എമർജൻസി ആംബുലൻസിലും കൊടുത്തേക്കുന്നത്
അതിൻ്റെ ഒരു സൗണ്ട് കൊടുത്തിട്ടുണ്ട്. 4 വേരിയൻറ്റിൽ ഉള്ള സൗണ്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചിലർ ഇതും കൂടെ ഇട്ടിട്ടാണ് പോകുന്നത്. എമർജൻസി വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് 4 ജംഗ്ഷനിലോ അല്ലെങ്കിൽ ബ്ലോക്കുള്ള സ്ഥലത്തൊക്കെ റോങ് സൈഡിൽ കൂടെയൊക്കെ ഈ വണ്ടി വരുന്നത് സാധാരണയാണ്. ബ്ലോക്ക് അവർക്ക് ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ ഈ ലൈറ്റ് കൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ചിലപ്പോൾ ഇവരെങ്ങോട്ടാണ് തിരിയുന്നത് നമ്മൾക്ക് പോലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കാര്യം ഞാൻ പറയുന്നത് ആംബുലൻസുകാർ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ കാണുന്നവർ മറ്റുള്ളവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. കൂട്ടുകാരെ, ഞാൻ മൂന്നാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ബസ്സിൻ്റെയാണ്. നമ്മൾ എല്ലാവരും തന്നെ എല്ലാ ബസ്സുകളിലും യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ സംവിധാനം തന്നെയാണ് ആ ബസ്സിനകത്തും ഉള്ളത്. 4 വീലറിൻ്റെ സിസ്റ്റം തന്നെയാണ്. ഇത്ര ഡിഗ്രി തിരിഞ്ഞതിന് ശേഷമേ കട്ട് ഓഫ് ആവുകയുള്ളൂ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ബസ്സുകളെല്ലാം ഓവർടേക്ക് ചെയ്ത് കയറിയിട്ട് ചിലപ്പോൾ ആ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിച്ച് പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ബ്രേക്ക് ചെയ്ത് നിർത്തി ആളെ ഇറക്കും. ചിലപ്പോൾ ആളെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ മറക്കുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട്. ഞാൻ പല ഇതിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിന് പറ്റുന്ന 1-2 വീഡിയോകൾ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാതെ മുമ്പിലോട്ട് ഓടിച്ചു പോകുന്ന വണ്ടികൾ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഡിക്കേറ്റർ സംവിധാനം അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടുന്ന രീതിയും റോഡിൽ അപകടം കുറയ്ക്കാനായിട്ട് ആ ഇൻഡിക്കേറ്ററിന് സാധിക്കും എന്നുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ യാദൃശ്യമായിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വണ്ടിയിൽ ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ അവർ അറിയാതെ ഇട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ടത് ഓഫ് ചെയ്യാനായിട്ട് വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഹെൽപ്പ് കൂടെ ആണ്. അതേപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കടന്നു വരാം. ബൈ.